ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാൽ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭള്ളലുള്ളിലരാത്ത നിർമ്മലതയും നിസ്വാർത്ഥമാം ഭക്തിയും ഉള്ളിൽ പെയ്തലിഞ്ഞ ഭഗവത് സപ്താഹ പീയൂഷവും തള്ളി തള്ളി നിറഞ്ഞുയർന്ന അമൃതമാം സൽകീർത്തി തന്മൂർത്തിയാം മല്യോർ ശങ്കര വിപ്രവർയ സുകൃതം തുഭ്യം നമസ്തേ നിശം. സദ്ഗുരുഭ്യോ നമഃ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ഭാഗവത വിചാരത്തിലേക്ക് പ്രവേശിക്കാം. സാധാരണ നമ്മൾ ഭാഗവതം കേൾക്കുവാൻ വേണ്ടിയിട്ടിരിക്കുമ്പോൾ ഒരു തയ്യാറെടുപ്പ് എടുക്കും, അല്ലേ? അപ്പം അതുപോലെ തന്നെ മനസ്സിൽ ഇത്ര സമയം വരെ നമ്മൾ വ്യാവഹാരിക തലത്തിൽ പല രീതിയിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ പല വികാരങ്ങളും നമ്മളുടെ മനസ്സിൽ ഓടി നടക്കുന്നുണ്ടാവും. ആ വികാരങ്ങളെയൊക്കെ നമുക്ക് ഇന്നു മുതൽ 1 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. പലർക്കും അരമണിക്കൂർ ആകുമ്പോഴേക്കും തീരെ കുറവാണ് എന്നുള്ളൊരു തോന്നലിലാണ് 1 മണിക്കൂർ നേരത്തേക്ക് ആക്കി. ഇപ്പോൾ അതുപോലെ സമയത്തിനും കുറച്ച് ചേഞ്ച് വരുത്തി. ഇന്നു മുതൽ 5:20 എന്നുള്ളൊരു കണക്കെടുത്തു. കാരണം 6 to 6:30 ആയിരുന്നു ഞാൻ നേരത്തെ വെച്ചിരുന്നത്. പക്ഷേ സന്ധ്യാവന്തനത്തിൻ്റെ സമയം ആ യഥാർത്ഥ പാകത്തിനുള്ള സമയം ആയതുകൊണ്ട് അതൊന്ന് മാറ്റി 5:20 മുതൽ 6:20 വരെ എന്നുള്ള രീതിയിലേക്ക് ഇന്ന് തൊട്ട് മാറ്റിയിരിക്കുകയാണ്. അതിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇത് ഓരോരുത്തരുടെ ആവശ്യപ്രകാരമാണ് നമ്മളിത് ചെയ്യുന്നത്.
അല്ല ദിവസവും ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ട് പോകാമെന്ന് വിചാരിക്കരുത്. നമ്മളുടെ ആഗ്രഹം എന്താണ്? ശരിക്കും എല്ലാവരിലേക്കും ഇത് എത്തണം, അവരുടെ സൗകര്യവും കൂടി നമ്മൾ നോക്കണം. അപ്പം 6 തൊട്ട് 7 വരെ എന്ന് പറയുമ്പോൾ ഒരു സന്ധ്യാസമയം അത് ഒഴിവാക്കുക. അത് ഗുരുനാഥനാണേലും പറയാറുണ്ട്, ഭാഗവതം വായിക്കുന്ന കാര്യത്തിൽ പറയാറുണ്ട്, സന്ധ്യാസമയത്ത് സന്ധ്യാവന്തനത്തിൻ്റെ സമയം ഒഴിവാക്കണം എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്യം ഞാൻ എല്ലാവരും കേൾക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ ഒരു സമയമാക്കിയത്. അതുകൊണ്ട് ദയവേത് പരമാവധി നിങ്ങൾ ശ്രമിക്കുക. 5:20 മുതൽ, ഇപ്പം 5 മണിയോടുകൂടി ഓഫീസിലെ തിരക്കൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയി എല്ലാം ഫ്രഷായി കഴിഞ്ഞാൽ 5:20 മുതൽ 6:20 വരെ കേട്ട് കഴിഞ്ഞാൽ പിന്നീട് വിളക്ക് എത്തിക്കാനായിട്ട് പോവുകയും ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. അപ്പം നമുക്ക് പതിവ് പോലെ ആ യഥാർത്ഥമായിട്ടുള്ള ഭക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിന്ന് കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്താണ്? ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഞാനെന്ന ബോധത്തോടു കൂടിയാണ്. ഈ ബോധമല്ല പ്രവർത്തിക്കുന്നത്. ഞാൻ എന്നുള്ളൊരു ബോധം നമ്മുടെ ശരീരത്തോട് ചേർന്നതല്ല. ശരീരത്തിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ആ ഭഗവാനാണ് നമ്മളെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാത്തിൽ നിന്നും ഒരു മാറി നിൽക്കാൻ സാധിക്കും, മനസ്സ് ഫ്രീ ആക്കാൻ സാധിക്കും, മനസ്സ് ശാന്തമാക്കാൻ സാധിക്കും, സമാധാനപരമായിട്ട് നമുക്ക് ഭാഗവതത്തെ ശ്രവിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളെല്ലാം എന്ത് ചെയ്യണം? ഇതെല്ലാം ആ ഭഗവാനിലേക്ക് ഏൽപ്പിക്കുക. ഭഗവാനാണ് ഇതെല്ലാം നടത്തുന്നത്. നമുക്കൊന്നും ഇതിനകത്ത് പങ്കില്ല എന്നുള്ളൊരവസ്ഥയിൽ നമുക്ക് നിൽക്കാൻ സാധിക്കണം. മറ്റേത് നമ്മൾ ഓരോന്നും ചിന്തിക്കുമ്പോൾ മൂഢമായിട്ട് നമ്മൾ ചിന്തിക്കും, ഇപ്പം ഞാൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ പലതും അവിടെ സംഭവിച്ചേനെ എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധാരണ കൊണ്ട് നമ്മൾ പലതും ചിന്തിക്കും. പക്ഷേ നമ്മൾ എന്തൊക്കെ ചിന്തിച്ചാലും നടക്കുന്നതൊക്കെ എന്താണ്? അവിടെ ഭഗവത് ഏച്ചുകൊണ്ടാണ് അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്നുള്ളൊരു സത്യം, അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ആ തെറ്റിദ്ധാരണയാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഈ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ അജ്ഞത. ഈ ഒരു ബോധസ്വരൂപനെ മനസ്സിലാക്കുക എന്നത് തന്നെയാണ് ഭാഗവതം നമുക്ക് പല രീതിയിലുള്ള കഥകളിലൂടെ പറഞ്ഞു തരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെല്ലാ സത്സംഗത്തിലും ആദ്യം തന്നെ അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അഭ്യസിച്ചുകൊണ്ട് തന്നെ നമുക്കത് പറഞ്ഞ് ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റ് ഇതൊന്നും വേണ്ട. നമുക്ക് ജ്ഞാനവും വൈരാഗ്യവും പാണ്ഡിത്യവും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭാവശുദ്ധിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ശീലിക്കാൻ തുടങ്ങുക. നമ്മൾ നേരിട്ട് നമുക്ക് ഭാഗവതം കാണിച്ചെന്ന് ഈ ഒരു ഭാവശുദ്ധിയാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. അപ്പോഴേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ആ ബോധസ്വരൂപനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമുക്കും ആ ഭാവശുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഭാഗവതത്തിൻ്റെ ആ ദിവ്യനാമത്തെ 3 ജപിച്ചുകൊണ്ട് ആരംഭിക്കാം. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ 19ാമത്തെ അധ്യായം പ്രഥമസ്കന്ധത്തിൽ അവസാനത്തെ അധ്യായമാണ് ഇപ്പം അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. അരമണിക്കൂർ നേരം ആകുമ്പോൾ നമുക്ക് കുറച്ച് ശ്ലോകങ്ങളൊക്കെ നോക്കാൻ പറ്റുള്ളൂ. എങ്കിലും ഭഗവാൻ അത് നമ്മളെ കൊണ്ട് നടത്തിക്കൊണ്ട് പോകുന്നു. നമുക്ക് നോക്കാം. നമ്മൾ 13ാമത്തെ ശ്ലോകം വരെ അല്ലേ ഇന്നലെ നമ്മൾ അനുസ്മരിച്ചത്. ഗംഗാതീരത്തിൽ ഇരിക്കുന്ന പരീക്ഷിത്ത് ധാരാളം അത്രി, വസിഷ്ഠൻ, ചവനൻ തുടങ്ങിയതായിട്ടുള്ള ധാരാളം ഋഷീശ്വരന്മാർ അവിടെ എത്തിയെന്നും അവർക്ക് വേണ്ടതായിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ കൊടുത്ത്
സാഷ്ടാംഗം അവരുടെ ആ പാദങ്ങളിലേക്ക് നമസ്കരിച്ചുകൊണ്ട് പരീക്ഷിത്ത് അവരോടായിട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ ആരംഭിച്ചു വെച്ചത്. അഹോവയം ധന്യതമാ നൃപാണാം മഹത്തമ അനുഗ്രഹണീയ ശീല എന്നുള്ള ശ്ലോകം 13-ാമത്തെ, അതാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. അപ്പം അത് എന്താണ് അതിനകത്ത് പറയുന്നത്? രാജാക്കന്മാരിൽ വെച്ച് ഞാൻ ധന്യനാണെന്നാണ് പറയുന്നത്. കാരണം ഇത്ര കണ്ട് വലിയ ഒരു നീചകൃത്യം ഞാൻ ചെയ്തിട്ടും എനിക്ക് ഇവരുടെ ഒരു സംഘം ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഭഗവാന്റെ വലിയൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പിക്കുകയാണത്. ആ ശാപം തന്നെ ശരിക്ക് ബ്രാഹ്മണകുമാരന്റെ ശാപം പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷിത്ത് അത്ര കണ്ട് വലിയ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു പരീക്ഷിത്ത് ചെയ്ത പ്രവൃത്തി എന്തിനെതിരെയായിരുന്നു? ആ ആതിഥേയ മര്യാദയാകുന്ന ധർമ്മം ചെയ്യാത്തതിന് കൊണ്ട് ആ അധർമ്മത്തിനെതിരെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ആ വ്യക്തിക്കെതിരെ അല്ല, അല്ലെങ്കിൽ ആ ബ്രാഹ്മണന് എതിരെ അല്ല പ്രവർത്തിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, അദ്ദേഹം ഒരിക്കലും അത്ര വലിയ ദോഷമായിട്ടുള്ള കാര്യമല്ല ചെയ്തിട്ടുള്ളത്. ധർമ്മം തന്നെയാണ്, രാജാവ് എന്നുള്ള രീതിയിലുള്ള ധർമ്മത്തെ കാണിച്ചു കൊടുക്കുകയാണ് അവിടെ ചെയ്തത്. പക്ഷേ അത് അവിചാരിതമായിട്ട് ബ്രാഹ്മണന്റെ ആ ഒരു നില നോക്കാതെ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദോഷം. ആ ഒരു തെറ്റിദ്ധാരണ, അതാണ് കലിയുടെ സ്വഭാവം. അതാണ് കലികാലത്തെ സജ്ജനങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങളും ഈ രീതിയിലും പലർക്കും ബുദ്ധിമുട്ടുകൾ വരും. കലികാലത്തിൻ്റെ ഇതാണ്. കാരണം ജ്ഞാനികളായിട്ടുള്ളവരെ, സജ്ജനങ്ങളായിട്ടുള്ള ഭക്തന്മാർ വരെ, നിരപരാധികളായിട്ടുള്ള ഭക്തന്മാർ വരെ ഇന്ന് പ്രതികളാകുന്ന പല ഒരു അവസ്ഥകൾ കലികാലത്തിൻ്റെ ഒരു വിശേഷമാണ്. അങ്ങനെ വന്നതാണ് ഈ പരീക്ഷത്തിൻ്റെ ഈ ഒരു കാര്യവും. അപ്പം അത്രയും നീചകൃത്യമായിട്ട് ഞാൻ ചെയ്തിട്ടും എനിക്ക് ഇത്രയും ഋഷീശ്വരന്മാരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുവാനും അവരുടെ ഒരു സംഘത്തിൽ ചെന്ന് എത്താനും സാധിച്ചെങ്കിൽ അല്ലേ, ആ സാധു സംഗമത്തിന്റെ മഹത്വം. നീചകൃത്യം പോലും ചെയ്ത ആ പാപത്തെ ഇല്ലാണ്ടാക്കും ഒരു സത്സംഗങ്ങൾ കൊണ്ടെന്ന് പറയാണ്. ആണ് മഹത്തുക്കളുടെ ഒരു കടാക്ഷം മതി നമുക്ക് നമ്മളിലുള്ള ദോഷങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കും. ആ ഒരു അനുഗ്രഹം കിട്ടിയ ഒരു രാജാക്കന്മാർക്ക് ഒക്കെ കിട്ടുന്നതിൽ, രാജാക്കന്മാരിൽ ഞാൻ ധന്യനാണ്. കാരണം ഒരു രാജാവിനും ഇനി കിട്ടാൻ ഉള്ള കാര്യമില്ല. കാരണം അത്ര കണ്ട് നീചകൃത്യമാണ് അദ്ദേഹം ചെയ്തത്. കുലനാശത്തിനനുസരിച്ചായിട്ടുള്ള ഇതാണ് ബ്രാഹ്മണ നിന്ദ ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലേ. ബ്രാഹ്മണർ എന്താണോ പറയുന്നത് അത് സശ്രദ്ധം കേട്ട് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ആ കർമ്മങ്ങളെ ചെയ്യുക എന്നുള്ളതാണ് ക്ഷത്രിയന്റെ ധർമ്മം. അങ്ങനെയുള്ള ബ്രാഹ്മണനെ നിന്ദിക്കുക എന്ന് പറഞ്ഞാലോ ശരിക്ക് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ, കുരുത്തക്കേടെന്നല്ലേ പറയാൻ പറ്റൂ. അത് അല്ലേ, നമുക്ക് ഉപദേശിക്കുന്നവര് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് നയിച്ചു വിടുന്ന, പറഞ്ഞു തരുന്നതായിട്ടുള്ള അച്ഛനമ്മമാര്, അവരൊക്കെയാണല്ലോ നമ്മളുടെ വഴികാട്ടികള്. അപ്പൊ ഈ വഴികാട്ടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ജ്ഞാനത്തെ നമുക്ക് തരുന്നതായിട്ടുള്ള അവരെ നിന്ദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന് പറയുക? നമ്മള് ഗുരുത്വമില്ലാത്തൊരവസ്ഥയാണ് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും അങ്ങനെ നീചപ്രവൃത്തി ചെയ്തിട്ടും അവരിതാ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് ഒരു അന്തരീക്ഷം എനിക്കിതാ ഗംഗാതീരത്തുണ്ടായി, ഞാൻ ധന്യനാണ് എന്ന് ആദ്യം തന്നെ അവരോട് പറയുകയാണ്. ഞാൻ അടുത്ത ശ്ലോകം നോക്കാം, 14-ാമത്തെ ശ്ലോകം നോക്കാം. തസ്യൈവ മേഘസ്യ പരാവരേശോ വ്യാസകൃതചിത്തസ്യ ഗൃഹേഷ്വഭീഷ്ണം നിർവേദമൂലോ ദ്വിജശാപരൂപോ യത്ര പ്രസക്തോ ഭയമാശുദ്ധത്തെ. ഇവിടെ പറയുന്നു ഗൃഹാദി വിഷയങ്ങളിൽ, ഗൃഹേഷ്വഭീഷ്ണം, ഗൃഹാദി വിഷയങ്ങളിൽ എപ്പോഴും ആസക്തനായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആസക്തനായിട്ടുള്ള അഖസ്യ ഏവ, അഖൻ എന്ന് പറഞ്ഞാൽ പാപം, അങ്ങ് പാപിയായിട്ടുള്ള, അഖസ്യ ഏവ എന്ന് പറഞ്ഞാൽ പാപിയായിട്ടുള്ള ഈ ഞാൻ, അതാണ് അവിടെ പറയുന്നത്. ഗൃഹാദി വിഷയങ്ങളിൽ ആസക്തി എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും രാജാവായിക്കൊണ്ട് രാജ്യഭരണത്തിൽ അല്ലേ ഭൗതികമായിട്ടുള്ള ഓരോ ആ ചക്രവർത്തി എന്നുള്ള ഒരു പദത്തിൽ അലങ്കരിച്ചുകൊണ്ട് രാജ്യഭാരം ചെയ്തുകൊണ്ട് ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ ആസക്തിയോടുകൂടി ജീവിച്ചിരുന്നതാ ഈ പാപിയായിട്ടുള്ള എനിക്ക്
നിർവേദമൂലോ ദ്വിജശാപരൂപോ എത്ര പ്രസക്തോ ഭയമാശുദ്ധത്തെ. ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടായെന്നാണ് അവിടെ പറയുന്നത് അല്ലെ. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം എന്ത് അനുഗ്രഹം ഉണ്ടായെന്ന് പറഞ്ഞത്? ശാപേ. ശാപ അനുഗ്രഹം എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? വലിയൊരു ദുരിതം, കൊറോണ വന്ന് സാമ്പത്തികമായിട്ട് ദുരിതം അനുഭവിച്ച് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കേട്ടോ. നമുക്ക് തുറന്നു പറയാൻ സാധിക്കുമോ? എന്നാൽ നമുക്ക് തുറന്നു പറയാൻ സാധിക്കണം അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് ഈ കൊറോണ വന്നതുകൊണ്ടല്ലേ എനിക്കിപ്പം 77 ദിവസം ഭാഗവതം പറയാൻ സാധിച്ചത്. നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇല്ല. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഭക്തന്മാര് ഈ രീതിയിലുള്ള നന്മയുടെ വശങ്ങളിലൂടെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അതാണ് ഭാവശുദ്ധി ഉണ്ടായാലുള്ള ഗുണം. അവർക്കൊരിക്കലും ശത്രുക്കൾ ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും എന്താണ്, ഇതിന് എന്തെങ്കിലും ഒരു നല്ല വശം. നമ്മൾ പറയാറുണ്ട് ഏത് കാര്യത്തിനും 2 വശങ്ങളുണ്ട് അല്ലേ. നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അപ്പൊ ഈ നല്ല വശം അവർക്ക് ചിന്തിക്കാൻ സാധിക്കും അല്ലേ. അപ്പൊ നമുക്കും ഈ കൊറോണ വന്നതുകൊണ്ടാണ് നമുക്കിത് ഈ ഓൺലൈനിലൂടെ ആസ്വദിക്കാൻ പറ്റും. FBയിലൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ 1.25 മണിക്കൂർ സുഖമായിട്ട് നമ്മൾ പല ബന്ധുക്കളായിട്ട് വന്നു. ധാരാളം സത്സംഗങ്ങളുണ്ടായി. ധാരാളം ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു. ഒട്ടും പരിചയമില്ലാത്തവർ ഭാഗവതത്തിന്റെ മുമ്പിൽ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹങ്ങളെ കൊണ്ട് നല്ല ആസ്വാദനമായിരുന്നു. ശരിക്കും 1.25 മണിക്കൂർ നമ്മൾ പോകുന്ന അറിയുന്നില്ല. അത് അങ്ങനെ ഒരു അവസരം കൊണ്ടു തന്ന ആരാണ്? കോവിഡാണ് അല്ലേ, കൊറോണയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് വലിയൊരു അനുഗ്രഹം. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുമായിരുന്നോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. അപ്പം ഇതൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പം നമുക്ക് എല്ലാത്തിനെയും നമുക്ക് ആ ഭഗവത് അനുഗ്രഹമായിട്ട് തോന്നും. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അതാണ് ഈ ഭക്തന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് പരീക്ഷിത്തു ഇവിടെ. നോക്കൂ, ഈ ഗൃഹാദി വിഷയങ്ങളിൽ ആസക്തനായിരുന്ന എന്നെ രാജ്യങ്ങളെ ദിഗ്വിജയത്തിനായിട്ട് പുറപ്പെട്ട് എല്ലാ രാജ്യങ്ങളും പോയി കീഴടക്കി. എന്നാൽ നല്ല ഉദ്ദേശമൊക്കെ തന്നെയായിരുന്നു. എങ്ങനെയായിരുന്നു രാജ്യം കീഴടക്കാൻ പോയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പ്രശംസയ്ക്കോ? അല്ലല്ല. പിന്നെയോ സമ്പത്തിന് വേണ്ടിട്ടോ? അല്ലല്ല. ധർമ്മങ്ങളെ, വർണ്ണാശ്രമ ധർമ്മങ്ങള്, സനാതന ധർമ്മം എല്ലാ രാജ്യത്തും ഉണ്ടാവട്ടെ, ആ ഒരൊറ്റ ഉദ്ദേശം. അപ്പം ഒരു രാജ്യമല്ല, എനിക്ക് എത്ര കണ്ട് ഇതിനെ പിടിച്ചടക്കാൻ സാധിക്കുമോ ആ പിടിച്ചടക്കുന്ന രാജ്യങ്ങളെയൊക്കെ തൻ്റെ കീഴിലാക്കിക്കൊണ്ട് സനാതന ധർമ്മത്തെ അവിടെ വേണ്ട രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മഹാഭാഗവതനും കൂടിയായിരുന്നു പരീക്ഷിത്ത്. അപ്പൊ യഥാർത്ഥമായിട്ടുള്ള ഭൗതിക ജ്ഞാനവും ആത്മീയ ജ്ഞാനവും ഒക്കെ പ്രജകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ തയ്യാറായിക്കൊണ്ട് ആ ഭൂമിയെ മുഴുവൻ ദിഗ്വിജയത്തിലൂടെ വെട്ടിപ്പിടിക്കാൻ തയ്യാറായി. പ്രശംസയ്ക്കോ സമ്പത്തിനോ ഒന്നുമല്ലായിരുന്നു ഉദ്ദേശം. പിന്നെ എന്തായിരുന്നു? ആ മറ്റ് രാജ്യങ്ങളിലെ പ്രജകൾ പോലും ദുഃഖിക്കരുത് അജ്ഞത കൊണ്ട്. നോക്കൂ, എത്ര ഉദാത്തമായിട്ടുള്ള ഒരു ചിന്തയാണ്. ഒരു രാജാവിന്റെ ചിന്ത വരേണ്ടത് ഇങ്ങനെയാണ്. എല്ലാവരിലും, എല്ലാ പ്രജകളിലും, എല്ലാ പ്രകൃതിയിലുള്ള സസ്യങ്ങളിലും മൃഗങ്ങളിലും ഉണ്ടാകേണ്ടതായിട്ടുള്ള ആ ഗുണത്തെ വേണ്ട രീതിയിൽ എല്ലാവരിലേക്കും എത്തിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ദിഗ്വിജയം ചെയ്തു. കപ്പം കെട്ടാൻ വേണ്ടിയിട്ടല്ല, പ്രശംസയ്ക്ക് വേണ്ടിയിട്ടല്ല. അതൊക്കെയാണ് ഈ പാണ്ഡവരായിട്ടുള്ള അവരുടെ രാജാക്കന്മാരുടെ പാരമ്പര്യത്തിന്റെ മഹത്വം. അതാണ് അവിടെ. അതുകൊണ്ടാണ് ഇവിടെയും ആ പരീക്ഷത്തിന് അങ്ങനെ ഒരു തോന്നലുണ്ടായത്. എന്താണ്? ഈ വിരക്തി ഉണ്ടാക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഗൃഹാദി വിഷയങ്ങളിൽ ആസക്തിയുള്ള എന്നെ പോലെയുള്ള ഈ പാപികൾക്ക് വിരക്തി ജനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ദ്വിജശാപരൂപം, ഒരു മുനികുമാരന്റെ ശാപമായിക്കൊണ്ട് ഭഗവാൻ അവതരിച്ചു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാനാക്കി മാറ്റി. കാരണം എന്തുകൊണ്ടാണ്? ഭക്തനറിയാം ചേതനയിലും അചേതനയിലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണ്. അപ്പം ഇവിടെ പറയുന്നതിൻ്റെ നമ്മൾ നല്ലൊരു തത്വം ഇതിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എന്താണ് വേണ്ടത്? നമ്മൾ പറയും, നമുക്ക് പല ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോഴേക്കും നമ്മൾ പറയും ഇതൊക്കെ കാലക്കേടാണ്, ഭഗവാൻ ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും എനിക്ക് ഇതാണല്ലോ എനിക്ക് വന്ന ദുരിതം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഏത് കാര്യത്തിനാണേലും 2 വശങ്ങളുണ്ട്. ഈ ദുരിതം കൊണ്ട് തനിക്ക് എന്തെങ്കിലും നന്മ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ അത് ചിന്തിക്കുന്നില്ല. നമ്മളുടെ ദുരിതം വരുമ്പോൾ ഭഗവാനെ കുറ്റവും
സുഖം വരുമ്പോൾ അതിൻ്റെ കൈമെത്തും. അല്ലേ? അങ്ങനെയാണ് നമ്മളുടെ പോക്ക്. ആനന്ദം ഉണ്ടാകുക, സുഖം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണേ എന്ന് നമ്മൾ പറയും. അവിടെ ഭഗവാന് യാതൊരു പങ്കുമില്ല. ദുഃഖം വന്നാൽ ഭഗവാന്റെ തലയിൽ ഇരിക്കുകയും ചെയ്യും. അപ്പം ഒരിക്കലും എന്ത് അവസ്ഥയായിക്കോട്ടെ അതൊക്കെ ഈ ബോധസ്വരൂപനായിട്ടുള്ള ഭഗവാൻ നമ്മളെ കൊണ്ട് ഇങ്ങനെ പലതും നമ്മളെ നടത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളെന്താ വിചാരിക്കണ്ടേ? യഥാർത്ഥ ഭക്തന് എന്താ വിചാരിക്കണ്ടേ? ആ സുഖദുഃഖങ്ങളിലൊന്നും ഏർപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ നടത്തിക്കുന്നതാണ് ഭഗവാൻ. അങ്ങനെയാകുമ്പോൾ പിന്നെ നമ്മളെ ബാധിക്കുന്നില്ല, അതിന്റെ ഫലം നമ്മളെ ബാധിക്കുന്നില്ല. കർമ്മം നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ അവിടെ ബാധിക്കുന്നുള്ളൂ. പക്ഷേ നമ്മളല്ല, നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ് കർമ്മം. അല്ലേ? നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ നമുക്ക് അത് അനുഭവിക്കാൻ യോഗ്യതയുള്ളൂ. യോഗ്യതയില്ല, അനുഭവിക്കേണ്ടതുള്ളൂ. ദുഃഖമാണേലും സുഖമാണേലും ഒക്കെ ആരാണ് നടത്തുന്നത്? ഈശ്വരനാണ്. ആ ബോധമാണ് നടത്തുന്നത്. ആ ഒരു ബോധം നമുക്ക് ഉറച്ചു കഴിഞ്ഞാൽ, ആ ഒരു അറിവ് നമുക്ക് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സുഖദുഃഖങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. കൊറോണ ആയിക്കോട്ടെ, കോവിഡ് ആയിക്കോട്ടെ, ക്യാൻസർ രോഗമായിക്കോട്ടെ, ഹാർട്ട് അറ്റാക്ക് ആയിക്കോട്ടെ, എന്ത് അസുഖങ്ങളാണേലും ഈ ഒരു ജ്ഞാനം നമ്മളുടെ ഉള്ളിൽ ഉറയ്ക്കണം. ശരീരം നശിക്കും, സംശയമില്ലല്ലോ. അല്ലേ? എത്രയായാലും അത് നാശോന്മുഖമായിട്ടുള്ള ഒരു സാധനമാണ്. അത് നശിക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പം നശിക്കാത്തതായിട്ടുള്ള ഈ ഞാൻ എന്ന് പറയുന്ന വിഷയം അത് ബോധമാണ്. ഈ ശരീരമല്ല ഞാൻ എന്നുള്ളൊരു സത്യത്തെ നമ്മൾ എപ്പോഴും ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ നമ്മൾ ദുഃഖമൊന്നും നമ്മളെ ബാധിക്കില്ല. ഈ എത്ര ദാരിദ്ര്യം വന്നാട്ടെ, അതിനിപ്പോൾ എന്താണ്? ഈ ശരീരത്തിന് അത് ഈ ബോധസ്വരൂപനോടാണ് നമുക്ക് കടപ്പാടെങ്കിൽ തീർച്ചയായിട്ടും ബോധസ്വരൂപൻ അത് വേണ്ടത് നോക്കിക്കോളും. നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. പിന്നെന്താണ്? നമ്മൾ ഈ ബോധസ്വരൂപനെ വിട്ടിട്ട് താൽക്കാലികമായിട്ട് യാതൊരു പ്രയോജനമില്ലാത്ത ബന്ധജനങ്ങളുടെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞുകൂടും. അല്ലേ? ഈ ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മൾ അവരെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കും. അവസാനം എന്തായി? അവസാനം ജഗതേക ബന്ധുന, അവസാനം ഈ ഒരു ബന്ധം ഉണ്ടാകുന്നത് അത് അവസാനമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അതല്ല കേട്ടോ, എന്നാൽ ഇത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഭാഗവതം ഇവിടെ കാണിച്ചു തരികയാണ് പരീക്ഷത്തിലൂടെ. നമുക്ക് 15ാമത്തെ ശ്ലോകം നോക്കാം. തം മോപയാതം പ്രതിയന്തു വിപ്രാ ഗംഗാ ച ദേവീ ധൃതചിത്തമീശേ ദ്വിജോപസൃഷ്ടകുഹകസ്തക്ഷകോ വാ ദശത്വരം ഗായത വിഷ്ണുഗാഥ. ഇനി അവിടെ പറയാണ്, ബ്രാഹ്മണര് അതുപോലെ തന്നെ ഗംഗാദേവി, ഇങ്ങനെ ബ്രാഹ്മണരും ആ ദേവിയായിട്ടുള്ള ഗംഗാ ഭഗവതിയും ഒക്കെ എന്നേതാ ആ ഈശ്വരങ്കൽ പൂർണ്ണമായിട്ട് മനസ്സ് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ കൂടി എന്നെ സഹായിക്കുവാൻ വേണ്ടിയിട്ട്. അല്ലേ? നമ്മൾ പറഞ്ഞു ഇന്നലെ, വലിയ മഹാഭക്തനായി കഴിഞ്ഞാൽ ആ ഭക്തന് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഭഗവാൻ ചെയ്തു കൊടുക്കും. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു മോഹം മാത്രം മതി. ഭാഗവതം വായിക്കണം എന്നൊരു മോഹം ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ ഒരു അവസരം ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു ഓൺലൈനിൽ ഒരു പ്രഭാഷണങ്ങൾ വരും, ഭാഗവതം വായിക്കുന്നതായിട്ട് വരും. ആ ഭാഗവതം കേൾക്കാനൊരു അവസരം ഉണ്ടാകും. ഭാഗവതം വായിച്ചു തുടങ്ങും. അല്ലേ? എനിക്ക് എന്നോട് പലരും അനുഭവമായിട്ട് പറഞ്ഞ കേട്ടോ. ഞാൻ ഈ ഓൺലൈൻ തുടങ്ങി തന്നെ പറഞ്ഞാണ്, തിരുമേനി ഞങ്ങൾ ഭാഗവതം ഇങ്ങനെ എവിടെ നിന്ന് പഠിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് തിരുമേനിയുടെ ലൈവ് FBയിൽ ലൈവ് വന്നു തുടങ്ങിയത്. പിന്നെ തൊട്ട് അത് വലിയൊരു ഭാഗ്യമായിട്ടൊക്കെ പറഞ്ഞു. അത് അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് മോഹം മാത്രം മതി. സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ നമുക്ക് മോഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങളെല്ലാം ആരും ഒരുക്കി തരും? ഭഗവാൻ ഒരുക്കി തരും. അപ്പൊ ഇവിടെ പറയാണ്, ആ ബ്രാഹ്മണരായിക്കോട്ടെ, മഹർഷീശ്വരന്മാര്, മുനികുമാരന്മാരും ഗംഗാദേവിയൊക്കെ ഞാൻ ഭഗവാന്റെ പാദങ്ങളിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ തയ്യാറായപ്പോൾ ഇവരൊക്കെ അവിടെ ആ പരീക്ഷത്തിന് സഹായമായിക്കൊണ്ട് അവിടെ വന്നു. എന്നിട്ട് പറയാണ്, ദ്വിജോപസൃഷ്ട കുഹസ്തക്ഷകോ വാ ദശത്വരം ഗായത വിഷ്ണുഗാഥാഹ. അപ്പൊ അവിടെ പറയാണ്, തക്ഷകന്റെ അവസ്ഥ പറയാണ്. ശരിക്കും തൃപ്തി വരുന്നവിടെ വരെ തക്ഷകൻ കടിച്ചോട്ടെ, എനിക്ക് വിരോധമില്ല എന്നാ പറയുന്നത്. അവിടെ ഒരു കാര്യം ചെയ്യുക, തക്ഷകൻ കടിക്കുന്നതിന് എനിക്കൊരു വിരോധമില്ല. പക്ഷേ നിങ്ങള് ദശത്വലം ഗായത വിഷ്ണുഗാഥാഹ, ആ തക്ഷകൻ വരുന്നതിനനുസരിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ അവസാന നിമിഷങ്ങളിലൂടെ ആ വിഷ്ണുഗാഥകൾ എനിക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ
അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും മുഴുവൻ സമയവും ആ ഭഗവാന്റെ കഥകളുടെ ചരിത്രങ്ങൾ വേണ്ട രീതിയിൽ കീർത്തിച്ചോളൂ. അത് ഞാൻ കേൾക്കാൻ വേണ്ടി ഞാൻ തയ്യാറായിട്ടിരിക്കുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, അതാണെന്ന് പറയാം. കാരണം എന്തുകൊണ്ടാണ്? തക്ഷകനെ സംബന്ധിച്ചിടത്തോളം പാണ്ഡവന്മാരോട് ചെറിയൊരു ദേഷ്യമുള്ള കൂട്ടത്തിലാണ് ശരിക്കും. നമ്മൾ 15-ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ആ ഖാണ്ഡവവനത്തിന്റെ ദഹനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അർജുനൻ ഭഗവാന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അപ്പൊ അഗ്നി വന്ന് ആ ഖാണ്ഡവം ദഹനം എനിക്ക് ദഹിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് അർജുനനോട് ആവശ്യപ്പെട്ടപ്പോൾ അത് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് ഖാണ്ഡവനം കൊടുക്കാൻ തയ്യാറായി. അത് ഇന്ദ്രന്റെ അധീനതയിലുള്ള ഖാണ്ഡവനം. ആ ഖാണ്ഡവനം ആരായിരുന്നു ആ സമയത്ത് നോക്കിക്കൊണ്ടിരുന്നത്? തക്ഷകനായിരുന്നു അവിടുത്തെ നേതാവായിക്കൊണ്ട് ആ ഖാണ്ഡവനത്തെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഖാണ്ഡവനം അഗ്നി ദഹിപ്പിക്കുന്ന സമയത്ത് ഈ തക്ഷകൻ അവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് ഇന്ദ്രപ്രസ്ഥത്തിലോ മറ്റ് ആ സമയത്ത് ഈ ഖാണ്ഡവനത്തിൽ തക്ഷകൻ ഇല്ലായിരുന്നു. എന്നാൽ മകനായിട്ടുള്ള അശ്വസേനൻ ഉണ്ടായിരുന്നു. പക്ഷെ അശ്വസേനൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. പക്ഷേ തക്ഷകന്റെ പത്നി അതിൽ വെന്ത് മരിക്കുകയും ചെയ്തു. ഈ ഒരു ദേഷ്യം ആർക്കൊണ്ട്? ഈ തക്ഷകനുണ്ട്. അതുകൊണ്ടാണ് അവിടെ കുഹകസ്തക്ഷകോവാ, കാപട്യക്കാരനാണ് ഈ തക്ഷകൻ. ശരിക്കും പറഞ്ഞാല് ഈ കുമാരന്റെ ശാപം എന്തായിരുന്നു? ശരിക്കും ദ്വിജകുമാരന്റെ ശാപം എന്ന് പറഞ്ഞാല് ദംശിക്കട്ടെ എന്നേ പറയുന്നുള്ളൂ. ഇവിടെ അത് മൃത്യുവിന് കാരണമാകട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ തക്ഷകൻ ദംശിക്കട്ടെ എന്നേ ഉള്ളൂ ശാപ വാക്കുകൾ. പക്ഷേ ഇത് തക്ഷകന്റെ ഒരു ആവശ്യമാണ്. എന്ത്? പരീക്ഷിത്തിന് മരണത്തിലേക്ക് എത്തണം എന്നുള്ളത് ആ തക്ഷകന്റെ ആവശ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തക്ഷകൻ കൊത്തും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നേരിട്ട് ഇയാൾക്ക് വരാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? ഭഗവത് ഗാനങ്ങള്, ഭഗവത് നാമങ്ങള് കീർത്തിക്കുന്നിടത്ത് അവിടെ തക്ഷകന് നേരിട്ട് വന്ന് സാധിക്കില്ല. പക്ഷേ ഇയാള് കപടനായതുകൊണ്ട് ഒരു ഗൂഢമാർഗം ഇയാള് എടുക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും നമുക്ക് ആ 12 സ്കന്ധത്തിൽ കാണാൻ സാധിക്കും പരീക്ഷത്തിന്റെ ആ തക്ഷക ദംശനത്തെ കുറിച്ച് പറയുന്നുണ്ട്. തം തർപ്പയിത്വാദ്രവിണൈർനിവർത്യ വിഷഹാരിണം ദ്വിജരൂപ പ്രതിച്ഛന്ന കാമരൂപോദശൻ നൃപം. അവിടെ തക്ഷകനെ യാതൊരു രീതിയിലും ഇദ്ദേഹത്തെ ദംശിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹത്തെ ദംശിച്ചു കഴിഞ്ഞാൽ അവിടെ കശ്യപൻ ഉണ്ടാവും. ആ കശ്യപൻ ഈ വിഷത്തെ ഇറക്കുവാൻ വേണ്ടി, വിഷത്തെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇതൊക്കെ നമുക്ക് മഹാഭാരതത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. കശ്യപൻ ഈ വിഷം ഉള്ളിൽ ചെന്ന് ആ വിഷത്തെ ഇറക്കിക്കൊണ്ട് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പാകത്തിന് കശ്യപൻ വരികയും ഈ കശ്യപനെ തന്റെ വലയിലാക്കിക്കൊണ്ട് തക്ഷകൻ എന്ത് ചെയ്തു? കുറച്ച് കൈക്കൂലിയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു കശ്യപന്. അപ്പം അത്ര കണ്ട് വൈരാഗ്യം ഈ തക്ഷകനുണ്ട്. ആ കശ്യപനെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് തക്ഷകൻ എന്നിട്ടോ തക്ഷകൻ അങ്ങനെ നേരിട്ട് വന്ന് കടിക്കാൻ സാധിക്കുകയില്ല. അതിനു പകരം എന്ത് ചെയ്തു? അവിടെ ദ്വിജകുമാരന്റെ വേഷം ധരിച്ചു. അതാണ് വിഷഹാരിണം ദ്വിജരൂപ പ്രതിച്ഛന്ന. ഒരു പ്രച്ഛന്ന വേഷത്തില് ഒരു ബ്രാഹ്മണന്റെ വേഷം കെട്ടിക്കൊണ്ട് അവിടെ തം ദർപ്പയിത്വാദ്രവിണൈർനിവർത്യ വിഷഹാരിണം ദ്വിജരൂപ പ്രതിച്ഛന്ന കാമരൂപോദശൻ നൃപം. അങ്ങനെയാണ് ആ പരീക്ഷത്തിനെ കൊത്തുവാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണ വേഷം, കപടവേഷം കൂടെ തയ്ച്ചു. അതുകൊണ്ടാണ് അവിടെ കുഹകസ്തക്ഷകോവാ ദശത്വലം ഗായത വിഷ്ണുഗാഥ. ദശത്വലം, അലം എന്ന് പറഞ്ഞാൽ മതിയാവോളം നിങ്ങൾ ആ വിഷ്ണുഗാഥകൾ ചെയ്തോളൂ, കീർത്തിച്ചോളൂ. അത് ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അത് കേട്ട് കഴിഞ്ഞാൽ ആര് വരികയല്ല? അവിടെ തക്ഷകൻ ഒരിക്കലും ആ ഭാഗത്തേക്ക് നേരിട്ട് വരില്ല. വരും എന്നുള്ള ഉറപ്പാണ്. പിന്നെ അത് തന്നെയല്ല, എന്താണ് അവസാനത്തെ നിമിഷത്തില് അല്ലെ, അന്തേ നാരായണ സ്മൃതി, ആ ഭഗവാനെ കുറിച്ച് കേൾക്കുക. അതാണ് പരീക്ഷത്തിന്റെ ഈ ഭക്തിയാണ് ഇതിനൊക്കെ കാരണമാണ്. പരീക്ഷത്തിന്റെ ഭക്തി കൊണ്ടാണ് എല്ലാം. ആ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കണ്ട് ധർമ്മത്തോടുകൂടി എന്താണ് അവിടെ പരിപാലനം ചെയ്തതായിട്ടുള്ള ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ദുരിതം അനുഭവിക്കേണ്ട കാര്യമില്ല ശരിക്കും, അല്ലേ? ആലോചിച്ച് നോക്കൂ, ഇത്ര കണ്ട് ദുരിതം അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? ഇത്ര ചക്രവർത്തിപദമായിട്ട് ഭൂമിയെ, അതും പാണ്ഡവകുലത്തിലുള്ള പരീക്ഷിത്ത്.
പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഭാവശുദ്ധി, ആ ഭക്തി കൊണ്ടാണ് ഈ രീതിയിലേക്കൊക്കെ ജനങ്ങൾക്ക്, പ്രജകൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ശാപം താൻ ഏറ്റെടുക്കാൻ തയ്യാറായി. ഇനി ഒരിക്കലും ഒരു രാജാവിന് പോലും ഈ ഒരു അബദ്ധം ഉണ്ടാവരുത്, ബ്രാഹ്മണ നിന്ദ ഉണ്ടാവരുത്, കുലദ്രോഹത്തിന് കാരണമാകുന്ന ബ്രാഹ്മണ നിന്ദ ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ളൊരു സതുദ്ദേശത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ അതാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും നന്മയുടെ വശങ്ങൾ മാത്രം ചിന്തിച്ച് അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു സുഖത്തെയും പോലും അവർ മാറ്റി നിർത്തും എന്ന് പറയുകയാണ് അവിടെ. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം, 16ാമത്തെ ശ്ലോകം നോക്കാം. പുനശ്ച ഭൂയാൽ ഭഗവത്യനന്ദേ രതി പ്രസംഗശ്ച തദാശ്രയേഷു മഹൽസുയാം യാമുപയാമി സൃഷ്ടിം മൈത്രസ്തു സർവത്ര നമോ ദ്വിജേഭ്യാം. അപ്പം ഇതൊക്കെ ആരോടാണ് പറയുന്നത്? ബ്രാഹ്മണരോട്. ആ എല്ലാവരെയും വേണ്ട ആ അസനസ്ഥനാക്കിയിട്ടുള്ള ബ്രാഹ്മണരെ നമസ്കരിച്ചുകൊണ്ടാണ് പറയുന്നത്. അഹോ വയം ധന്യതപാ നിർവാണം എന്നാണ് തുടങ്ങിയത് അല്ലേ? ബ്രാഹ്മണരോടായിട്ട് പറയണം. അപ്പൊ അവരോട് പറയാണ്, എനിക്കിനി ഒരു പുനർജന്മം ഉണ്ടായാലും പുനശ്ച ഭൂയാൽ ഭഗവത്യനന്ദേ രതിപ്രസംഗശ്ച തത് ആശ്രയേഷു, എനിക്കിനി ഒരു പുനർജന്മം ഉണ്ടായിക്കോട്ടെ. കാരണം ഞാൻ ഇന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള ദുരിതങ്ങളെ എനിക്കറിയാം. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഓരോ ജന്മങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് ഓരോ യോനിയിൽ ചെന്ന് നമ്മൾ ജനിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സുജാത എന്ന് പറഞ്ഞ് പട്ടാമ്പിയിലുള്ള സുജാത ഒരു അമ്മ നമുക്ക് കമന്റ് ചെയ്തിരുന്നു, പരീക്ഷത്തിന് എന്തുകൊണ്ടാണ് ഇത്ര കണ്ട് യോഗ്യനായിട്ടുള്ള ധർമ്മത്തെ വേണ്ട രീതിയിൽ പരിപാലിച്ചുകൊണ്ടിരുന്ന ആ പരീക്ഷത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്ന് ചോദിച്ചു. നമുക്കറിയാം എന്താണ് നമ്മളുടെ പാപകർമ്മങ്ങളുടെ ഫലമായിട്ട് നമ്മൾ അടുത്ത ജന്മത്തിലാണ് നമ്മൾ ഓരോന്നും അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ പരീക്ഷത്ത് ഇന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള ദുരിതങ്ങളൊക്കെ ഇത് മുൻജന്മത്തിലുണ്ടായിട്ടുള്ള അതിൻ്റെ സഞ്ചിത കർമ്മങ്ങളാണ്. പിന്നീടുള്ള അടുത്ത ജന്മത്തിൽ സഞ്ചിതമല്ല, പ്രാരബ്ധ കർമ്മങ്ങൾ അത് അനുഭവിച്ചേ തീരുള്ളൂ നമുക്ക് അല്ലേ? നമ്മളെപ്പോഴും പറയും ഈ ശരീരം തന്നെ പ്രാരബ്ധമാണ്. ശരിക്കും നമ്മൾ ഈ മനുഷ്യരൂപം തന്നെ സ്വീകരിച്ചിരിക്കുന്ന, ഈ ശരീരം സ്വീകരിച്ചിരിക്കുന്ന തന്നെ പ്രാരബ്ധമാണ് നമുക്ക്. അപ്പം സഞ്ചിത കർമ്മങ്ങളെയൊക്കെ നമുക്ക് കർമ്മം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികളെ കൊണ്ട് നമുക്ക് ഇല്ലാണ്ടാക്കാം. അതുപോലെ തന്നെ ആഗമിയായിട്ടുള്ളതും ഇനി വരാൻ പോകുന്നതായിട്ടുള്ള പാപകർമ്മങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താം അല്ലേ? നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പാപകർമ്മങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാം. പക്ഷേ ഈ പ്രാരബ്ധ കർമ്മങ്ങൾ മാറ്റാൻ പറ്റുമോ? ഇല്ല. അതിന് നമ്മൾ നല്ലൊരു ഉദാഹരണം പറഞ്ഞു അല്ലേ? എന്താണ്? ആവനാഴിയിലുള്ള അമ്പും അതുപോലെ തന്നെ കുലച്ചിട്ടുള്ള അമ്പ് അത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. പക്ഷെ ഇനി കുലയ്ക്കാനുള്ളത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും അല്ലേ? അപ്പം ഈ പ്രാരബ്ധം ആയിട്ടുള്ള പിന്നെ കൊലയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് ഇതാണ് 3 അമ്പ്. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിൽ ഉദാഹരണം ഞാൻ ഒരിക്കലും ഇതിനു മുമ്പും നമ്മൾ പ്രഭാഷണം പറഞ്ഞിട്ടുണ്ട്. സഞ്ചിതം, പ്രാരബ്ധം, ആഗാമി, ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾക്കുണ്ടാകുന്ന പാപങ്ങൾ. അത് നമ്മുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വരുന്നതാണ്, മുൻജന്മ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. അപ്പം മുൻജന്മത്തിലെ ബാക്കി ഉള്ള കർമ്മങ്ങളുടെ നമ്മളുടെ കർമ്മപ്രാരാബ്ധങ്ങളാണ് സഞ്ചിത കർമ്മങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. സഞ്ചിത കർമ്മങ്ങളായിട്ട് അനുഭവിക്കുന്നത് മുമ്പുണ്ടായിരുന്നത്. പ്രാരബ്ധം എന്ന് പറയുന്നത് അത് നമ്മളുടെ ഈ ജന്മം തന്നെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മത്തിൽ ഉണ്ടായിട്ടുള്ള ആ പ്രാരാബ്ധം അത് അനുഭവിച്ച് തന്നെ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. മറ്റു നമുക്ക് കർമ്മങ്ങളെ കൊണ്ട് അത് നമുക്ക് തീർക്കാൻ പറ്റും. അതാണ് പറഞ്ഞത്. അപ്പം നമ്മളുടെ ആവനാഴിയിൽ കുറച്ച് അസ്ത്രമുണ്ട്, അത് അയക്കാനുള്ള അസ്ത്രം. അയക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനി വേണമെങ്കിൽ പാപകർമ്മങ്ങളിലേക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കാലിൽ എത്താൻ വേണമെങ്കിൽ. അപ്പം അയക്കാനുള്ള ആ അമ്പുകളാണ് ആഗാമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൊടുത്ത് ഒരെണ്ണം എടുത്ത് അസ്ത്രം എടുത്ത് അയച്ചു, ആ അയച്ചതാണ് പ്രാരബ്ധം. ഈ അയച്ചു പോയത് നമുക്ക് അനുഭവിച്ചേ പറ്റൂ അല്ലേ? അതിന് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പിന്നെ ലക്ഷ്യം മാറ്റിവിടാൻ സാധിക്കും, അത് പറ്റും. ലക്ഷ്യം മാറ്റിവിടാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മനുഷ്യ ജന്മം നമ്മൾ എടുത്തു. ഈ മനുഷ്യജന്മം എടുക്കുന്നതും ശരീരം എന്നൊക്കെ പറയുന്നതും നമ്മളുടെ പ്രാരബ്ധമാണ്. ശരിക്കും പാപമാണത്, പാപകർമ്മത്തിന്റെ ഫലമാണത്. പക്ഷേ ഈ മനുഷ്യജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, മൃഗങ്ങളിൽ നിന്നുള്ള ഒരു വിശേഷം എന്താണ്? മനുഷ്യന് വിവേകമുണ്ട്. ഈ വിവേകം കൊണ്ട് നമുക്ക് വേർതിരിച്ചറിയാവുന്ന ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ ഈ വേർതിരിച്ചുകൊണ്ട് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള നല്ല വഴിയിലൂടെ നമുക്ക് പോകാൻ സാധിക്കും.
അതുകൊണ്ടാണ് അയച്ച ആ അസ്ത്രത്തിന്റെ ലക്ഷ്യം മാറ്റിവിടാൻ സാധിക്കും നമുക്ക്. പിന്നെ ആഗാമി എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്നതിലേക്ക് നമുക്ക് ഈ ജ്ഞാനത്തിലൂടെ നമുക്ക് എന്താണ്, പാപകർമ്മങ്ങളാണെങ്കിൽ ആ പാപത്തിലേക്ക് അങ്ങോട്ട് പോകാതിരുന്നാൽ മതി, അയക്കാതെ അവനായി കിടന്നോട്ടെ അത്, അല്ലേ? പിന്നെ കൊലയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഞാണിൽ വെച്ചിട്ടുള്ള അസ്ത്രം, അതാണ് സഞ്ചിത കർമ്മങ്ങൾ, സഞ്ചിതം. അതും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പ്രാരാബ്ധം മാത്രം നമുക്ക് അനുഭവിച്ചേ തീരുള്ളൂ, അത് അനുഭവിച്ചു പോകണം. അപ്പൊ അങ്ങനെയുള്ള ഈ പ്രാരാബ്ധമാണ് പരീക്ഷത്തിനും ഉണ്ടായിട്ടുള്ളത്. പരീക്ഷത്തിന്റെ ഇപ്പോഴത്തെ കർമ്മങ്ങൾക്കനുസരിച്ചല്ല നമ്മളുടെ പാപം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പരീക്ഷിത്തായാലും ആരായാലും പാണ്ഡവരൊക്കെ ആയാലും എത്രയോ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ശ്രീരാമസ്വാമി ഇല്ലേ, രാമായണത്തിൽ നമുക്ക് കാണാൻ എത്രയുണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നു അവിടെ. നമുക്കറിയാം, സത്യമായിട്ട് ചിന്തിച്ചാൽ പോലും ശ്രീരാമസ്വാമി പല ധർമ്മത്തിനെ നിലനിർത്തുവാൻ വേണ്ടി ധർമ്മം ചര, സത്യം വദ ധർമ്മം ചര എന്നുള്ള ആ ഒരു തത്വവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അച്ഛന്റെ വാക്കുകളെ സത്യമാക്കുവാൻ വേണ്ടിയിട്ട് ത്യാഗങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമസ്വാമി നമുക്ക് കാണാൻ സാധിക്കും. ആ ഭഗവാനായിട്ടുള്ള ശ്രീരാമസ്വാമിക്കും ഈ ഒരു ദുരിതം വരാമോ എന്ന് ചോദിക്കാം. അപ്പോ ഈ മനുഷ്യ ജന്മം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഈ മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ജീവജാലങ്ങളായിക്കൊണ്ട് പ്രകൃതിയോട് യോജിച്ചുകൊണ്ട് നമ്മളുടെ ജന്മം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ മായയാണ് ശരിക്കും. അപ്പൊ ഈ ഗുണങ്ങൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. സത്വഗുണം ആയിക്കോട്ടെ, രജോ ഗുണം ആയിക്കോട്ടെ, തമോ ഗുണം ആയിക്കോട്ടെ, ഇതെപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഈ വാസന ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എപ്പോഴും നമ്മൾ ഈ ഗുണങ്ങൾ എപ്പോഴും നമ്മളെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ജ്ഞാനം വളർത്തിക്കൊണ്ട് ഈ ഗുണത്തിൽ നിന്നുണ്ടാവുന്നതായിട്ടുള്ള കർമ്മങ്ങളെ നമ്മൾ അവിടുന്ന് ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കണം, അല്ലേ? നമ്മൾ പണ്ട് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിത ചൊല്ലിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു, നല്ലൊരു ചൂല് മനസ്സിൽ നല്ലു എന്ന് പറഞ്ഞു. നന്മയുള്ള ഒരു മനസ്സ് വേണമെങ്കിൽ നല്ലൊരു ചൂല് വേണം മനസ്സിൽ. എങ്ങനെയുള്ള ചൂല്? ജ്ഞാനമാകുന്ന ചൂല് കൊണ്ട് എപ്പോഴും നമ്മുടെ ചിത്തം വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ മാത്രമേ നമുക്ക് ആ ജ്ഞാനത്തെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും അത് ചെയ്യണം. കാരണം നമ്മൾ തന്നെ ചിലപ്പോൾ വിചാരിക്കും, ചില ജ്ഞാനികളായിട്ടുള്ള ആൾക്കാര് ഒരു സുപ്രഭാതത്തിൽ ഒരു ദുർവാർത്ത കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് ജ്ഞാനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അദ്വൈതി എന്ന് പറയുന്നത്, അത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ജ്ഞാനം പൂർണ്ണമായിട്ട് ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. നമ്മളുടെ ജ്ഞാനം പൂർണ്ണമായി കഴിഞ്ഞാൽ ആരായി? ഈശ്വരനായി. അപ്പൊ നമ്മൾ ആ ഈശ്വരനിലേക്ക് ലയിക്കുന്നത് വരെ നമ്മൾ എന്താണ്, ദ്വൈത സ്വഭാവം ഉണ്ട്, അത് ഉറപ്പാണ്. ഇനി എത്രയൊക്കെ നമുക്ക് അദ്വൈതി എന്ന് പറഞ്ഞാലും അദ്വൈതി അല്ല. അദ്വൈതി ഈശ്വരൻ മാത്രമേ ഉള്ളൂ, സംശയമില്ല. ചിന്തിച്ചാൽ മതിയല്ലോ നമ്മൾ, അല്ലേ? ആ ഭഗവാനിലേക്ക് എത്തുന്നത് വരെ നമുക്ക് ദ്വൈത സ്വഭാവം നമ്മളിൽ ഉണ്ടാവും. നമുക്ക് ധാരാളം വേദാന്തങ്ങളിൽ പറയാൻ സാധിക്കും, പക്ഷെ അത് പറഞ്ഞു നിൽക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാലോ തിരിച്ചിങ്ങോട്ട് വരികയല്ല. ഇന്നലെ നമ്മൾ ആ ചോദ്യോത്തര പങ്ക്തിയില് ക്ഷത്രിയന്റെ കാര്യമാണ്. ക്ഷത്രിയന് പൂജ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ക്ഷത്രിയന് വേദം പഠിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ മേലെന്ന് എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു. ക്ഷത്രിയൻ വേദം പഠിച്ചു കഴിഞ്ഞാൽ വേദം ബ്രാഹ്മണന്റെ എല്ലാ ക്രിയകളും എല്ലാ ജ്ഞാനവും അവനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ഷത്രിയരല്ല. അപ്പൊ അത് വാക്കിലൂടെ മാത്രമേ ഉള്ളൂ അത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതും. നമുക്ക് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അദ്വിതീയൻ എന്ന് പറയാൻ മാത്രം അല്ലെങ്കിൽ ദ്വൈതമല്ല, അദ്വിതീയനാണ് എന്നൊക്കെ നമ്മൾ പറയും. വേദാന്തമാണ് അദ്ദേഹത്തിന്റെ ഇത്. പക്ഷെ എത്രയൊക്കെ ആയാലും വേദാന്തി ആയിക്കോട്ടെ, ആ ഈശ്വരനിലേക്ക് എത്തുന്നത് വരെ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഈ പ്രകൃതിയായിട്ട് യോജിച്ച് നിൽക്കുന്നിടത്തോളം കാലം അയാളില് ത്രിഗുണങ്ങൾ ഉണ്ടാവും, അതിൽ സംശയമില്ല. ഈ ത്രിഗുണങ്ങളെ അടക്കേണ്ടത് ആണ് നമ്മളുടെ കഴിവ്. അതിനാണ് നമ്മൾ എപ്പോഴും അതിങ്ങനെ അഭ്യസിച്ചുകൊണ്ട് നമ്മുടെ സത്സംഗം തുടങ്ങുമ്പോഴും നമ്മളത് പറയാറുണ്ട്. എന്തായാലും അങ്ങനെയുള്ള പരീക്ഷത്ത് ഈ മഹത്തുക്കളോടായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പുനശ്ച ഭൂയാൽ ഭഗവത്യനന്തേ, അനന്തമായിട്ടുള്ള ഭഗവാനെ കുറിച്ചുള്ള രതി എനിക്കുണ്ടാവണം. രതി പ്രസംഗശ്ച തദാശ്രയേഷു. എവിടുന്നാണ് രതി ഉണ്ടാകുന്നത്? പ്രസംഗം. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പ്രസംഗമല്ല, പ്രകർഷേണയുള്ള സംഘം ആണ്, സത്സംഗമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മഹത്തുക്കളുമായിട്ടുള്ള സംഘം ആണ് എനിക്ക് ഇനിയും ഉണ്ടാവണേ ഈശ്വര
ആ ബ്രാഹ്മണരോട് പറയുകയാണ്, എനിക്കിനി എത്ര ജന്മം ഉണ്ടെങ്കിലും എനിക്ക് വിരോധമില്ല. കാരണം അങ്ങനെയാണ് പരീക്ഷിത്ത് താൻ അനുഭവിക്കുന്നതായിട്ടുള്ള ദോഷത്തെയും ദുഃഖത്തെയും അല്ലെങ്കിൽ ഈ ശാപത്തെയും ഒക്കെ അനുഗ്രഹമായിക്കൊണ്ട് സ്വീകരിക്കുന്നു. ഞാനിത് അനുഭവിക്കാൻ തയ്യാറാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ ഇതിപ്പോ അനുഭവിച്ചില്ലെങ്കിൽ വീണ്ടും ഇനിയിപ്പോ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വരണം. അതാണ് ഈ ദുഃഖങ്ങള് ഭക്തന്മാര് രണ്ട് കയ്യും നീട്ടിക്കൊണ്ട് സ്വീകരിക്കുന്നതിന്റെ കാര്യം അത് തന്നെയാണ്. ഉള്ളതാണ്, അതിപ്പോ കഴിഞ്ഞു പൊക്കോട്ടെന്ന്, പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ. അല്ലെങ്കിൽ എന്താണ്, ഇത് പിന്നെ മാറ്റി മാറ്റി വെച്ചാലോ പിന്നെ വീണ്ടും നമ്മൾ ഈ ഭൂമിയിലേക്ക് എത്തണം, ഇല്ലേ? അപ്പോ നമ്മളും അതിൽ നല്ലൊരു പാഠം നമുക്ക് പഠിക്കാതെ. എത്ര ദുരിതങ്ങളായാലും ദുഃഖങ്ങളായാലും അതൊക്കെ ഈശ്വര നിശ്ചയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെ? ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ടെന്നുള്ള ഉറപ്പാണ്, അല്ലേ? അപ്പൊ എപ്പോഴും നമുക്ക് ഇതിങ്ങനെ ഒരു ബ്രേക്ക് ഈവൻ ലെവൽ എന്ന് പറയും, ഏകദേശം ഒരു കൂടുതലും കുറവുമല്ലാത്ത ഒരു സമനിലയിൽ കൂടി കൊണ്ടുപോകാൻ സാധിക്കണം. ദുഃഖമാണേലും സുഖമാണേലും രണ്ടും നമുക്ക് വേണമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ രണ്ടും നമ്മളെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ അതിനെ നോക്കുകയേ വേണ്ട. അതെല്ലാം എന്ത് ചെയ്യണം? ഭഗവാനിൽ സമർപ്പിക്കുക. കർമ്മങ്ങളൊക്കെ ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കില്ല. നമുക്കത് ശീലമില്ലാത്തതുകൊണ്ടാണ്. കാരണം എന്തുകൊണ്ടാണ്? ഈ ത്രിഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ത്രിഗുണങ്ങളാണ് നമ്മളെ അഹങ്കാരത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അത് ആലോചിച്ച് നോക്കൂ. അപ്പൊ അത് എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് മഹാഭാഗവത പരീക്ഷിത്ത് പറയാണ് ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരോട്, എനിക്ക് അവിടെ ആ അനന്തനായിട്ടുള്ള ഭഗവാനില് രതി എനിക്കുണ്ടാകണം. എനിക്ക് നീ ധാരാളം സത്സംഗങ്ങൾ എനിക്കുണ്ടാകണം. മഹത്സുയാം ഉപയാമി സൃഷ്ടിം മൈത്രേസ്തു സർവത്ര നമോ ദ്വിജേഭ്യ. സൃഷ്ടി, ഇനി പുനർജന്മങ്ങളിലും എനിക്ക് ആ ഭഗവത് ഭക്തി, ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ആ ഭഗവാനില് രതി ഉണ്ടാകുവാൻ വേണ്ടി എനിക്ക് സത്സംഗങ്ങൾ ധാരാളം ഉണ്ടാകണേന്ന് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഞാൻ നമോ ദ്വിജേഭ്യ ആ ബ്രാഹ്മണരെ സാഷ്ടാംഗം അവിടുന്ന് നമസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ആ പ്രായോപവേശത്തിന് വേണ്ടി ആരംഭിക്കുന്നു. എന്താണ് പ്രായോപവേശം എന്ന് പറഞ്ഞാൽ? ഇന്നലെ നമ്മൾ പറഞ്ഞു പ്രായഃ ഉപവേശ, അല്ലേ? എന്താണ്? മരിക്കുന്നത് വരെ ആ മരണത്തെ കാത്ത് ഇരിക്കുക എന്ന് പറയും. ശരിക്ക് പ്രായോപവേശം എന്ന് പറഞ്ഞാൽ ആത്മഹത്യയാണ്. ശരിക്കും സമയമാകാതെ ശരീരത്തെ നമ്മൾ ദുഷിപ്പിക്കുക തന്നെയാണ് ശരിക്കും. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ നമ്മളുടെ ശരീരം തന്നെ പോകുമ്പോ പൊക്കോട്ടെ, അല്ലെ? ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് ആത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കാതെ കൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിനെ നശിപ്പിക്കുക. അങ്ങനെയാണല്ലോ ആ ശരീരത്തെ നശിപ്പിക്കുക എന്നുള്ളത് പറയുന്നത്. തന്നെ പോകുന്നതിന് പകരം നമ്മൾ അതിനെ നശിപ്പിച്ചുകൊണ്ട് ഈ അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ്? ഈ കർമ്മപ്രാരബ്ധത്തിന്റെ മഹത്വമാണത്. കാരണം അനുഭവിക്കാനുള്ളത് അനുഭവിച്ച് പോയില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഈ ഭൂമിയിൽ വരണം. നമ്മൾ എത്രയൊക്കെ കാപട്യം കൊണ്ട് നമ്മൾ മാറി നിന്നാലും പലതും നമ്മൾ പല ദുഃഖങ്ങളിൽ നിന്നുമൊക്കെ മാറി നിന്നിട്ടും കാര്യമൊന്നുമില്ല. എപ്പോഴും ദുഃഖം അനുഭവിക്കുന്നത് തന്നെയാണ് നല്ലത്. അതെന്താണ്? ശുദ്ധീകരണമാണ് ശരിക്കും. നമ്മൾ ഈ മനുഷ്യനായിട്ട് ജനിച്ചു വന്നത് എങ്ങനെയാണ്? പല രീതിയിലുള്ള ജന്മങ്ങളിൽ നിന്നും മാറി 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 അതിനെയൊക്കെ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്ത് ആ ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അരിച്ചരിച്ച് നമ്മളെ ഓരോ രീതിയിലാക്കിക്കൊണ്ടാണ് ഈ മനുഷ്യജന്മത്തിലേക്ക് എത്തുന്നത്. മനുഷ്യജന്മത്തിലേക്ക് എത്തുകയാണ് ഏറ്റവും എളുപ്പമാർഗം. ദേവന്മാരായാൽ പോലും പറ്റിയല്ല. ദേവന്മാര് പോലും മോഹിക്കുന്നു ഭാരതഖണ്ഡത്തിൽ, അല്ലെ? പൂന്താനം പറയുന്നുണ്ട്, ഭാരതഖണ്ഡത്തിൽ വന്ന് ജനിക്കാൻ ദേവന്മാര് പോലും മോഹിക്കുന്നു. എന്തുകൊണ്ടാണ്? ഈ കർമ്മം നമുക്ക് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ അവസ്ഥയിൽ പെട്ടതാണ്. ഈ കർമ്മം ചെയ്ത് നമ്മളുടെ കർമ്മവാസനകൾ ഇല്ലാണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് പുനർരഹിതമായിട്ടുള്ള ആ ഭഗവത് സാക്ഷാത്കാരം, ഇനിയൊരു ജന്മമില്ലാത്ത രീതിയിൽ ഭഗവാനിലേക്ക് അങ്ങോട്ട് ലയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ ഏത് ജന്മം വന്നോട്ടെ, ഏത് ജന്മം വന്നാലും എനിക്ക് ഭഗവാനിൽ ഭക്തി ഉണ്ടാകണം. ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് ഈ ശത്രുക്കളില്ല. എന്നാ ഭക്തനോട് ശത്രുക്കളായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ടാകുകയും ചെയ്യും. എന്നാൽ ഈ ഭക്തൻ എങ്ങനെയാ അവരോട് പെരുമാറുന്നത്? ശരിക്ക്
നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു നന്മയുടെ വശത്തിലൂടെ അവരോട് പെരുമാറും. ഒരു തൂവൽ പക്ഷികളിൽ എല്ലാം അവരൊരുമിച്ച് കൂടുകൂട്ടുന്നത് പോലെ അതെ, ഒരു കുടുംബത്തിലെ അച്ഛൻ്റെ മക്കള്, സഹോദരന്മാര്, ഈ സഹോദരന്മാരിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ടുള്ള എന്തെങ്കിലും ദൂഷ്യവശങ്ങൾ ഒരു ഭക്തൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്തൻ എങ്ങനെയാണ് വിചാരിക്കുന്നത്? ഈ സഹോദരനെ കൂടി നല്ല രീതിയിലേക്ക് തൻ്റെ സംസർഗങ്ങളെ കൊണ്ട് മാറ്റിക്കൊണ്ടുവരാനാണ് അവർ ഭക്തൻ എപ്പോഴും ചിന്തിക്കാറ്, അല്ലേ? അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളായിട്ട് അവർക്കാർക്കും ഇല്ലെങ്കിലും അവരോട് ചിലപ്പോൾ ശത്രുക്കളായിട്ട് പെരുമാറുന്നവരുണ്ടാവും. പക്ഷേ അവരെ ഇതൊന്നും ബാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ജഗതേക ബന്ധുന. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികമായിട്ടുള്ള ഓരോ വസ്തുക്കളിലും അവര് ബന്ധപ്പെട്ടു പോകുന്നില്ല. ഈ ബന്ധങ്ങൾ ഇല്ലാണ്ടാവുമ്പോഴാണ് ശരിക്ക് ആ ഭഗവാനിലേക്ക് തന്നെ മനസ്സുറപ്പിക്കാൻ പറ്റുന്നത്. ഭഗവാനിലേക്ക് മനസ്സുറപ്പിക്കുന്ന സമയത്ത് ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. ശാരീരികമായിട്ടുള്ള ഒരു ബന്ധവും തന്നെ ബാധിക്കുകയില്ല എന്ന് പറയുകയാണ് അവിടെ. അപ്പം പിന്നീട് ഇതിസ്മരാജാധ്യവസായ യുക്ത പ്രാചീന മൂലേഷു കുശേഷു ധീര ഉദന്മുഖോ ദക്ഷിണകൂലാസ്തേ സമുദ്രപത്ന്യാ സ്വസുതന്യസ്തവാരാം. ഇനിയിപ്പോൾ പ്രായോപവേശം ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്നു. അതാണ് ഇനി പറയുന്നത്. അവിടെ പറയുന്നു, ഇതിസ്മ രാജാധ്യവസായ യുക്ത പ്രാചീന മൂലേഷു കുശേഷു ധീര. അതായത് ഗംഗാതീരത്ത് ഏകദേശം ദക്ഷിണ ഭാഗത്തായിട്ട്, ഒന്നുകിൽ വലത്ത് മാറിയെന്നോ അല്ലെങ്കിൽ തെക്കോട്ട് മാറിയെന്നോ, രണ്ട് രീതിയിൽ ചിന്തിക്കാം. അപ്പൊ ആ ദക്ഷിണ ഭാഗത്തായിട്ട്, അതിന്റെ അഗ്രഭാഗത്തായിട്ട് കിഴക്കോട്ട് കുശ എന്ന് പറഞ്ഞാൽ ദർഭപ്പുല്ലാണ് കുശ. അപ്പം ഈ ദർഭപ്പുല്ല് വിരിച്ച് അതിൽമേൽ ഇരുന്നു കൊണ്ട് ആ കിഴക്കഗ്രമായ കൊണ്ട് ആ ദർഭപ്പുല്ല് വെച്ച് അതിലിരുന്നുകൊണ്ട് വടക്കോട്ട് നോക്കിയിരുന്നു എന്ന് പറയാണ്. വടക്കോട്ട് ദർശനമായിക്കൊണ്ട് അവിടെ ഇനി എന്താണ് പ്രായോപവേശം ചെയ്യുക. പ്രായോപവേശം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രായ എന്നുള്ളതിന് 3 അർത്ഥമാണെന്ന് പറഞ്ഞു, അല്ലേ? എന്താണ്? ഒന്ന് വിനാശം, അതുപോലെ തന്നെ പാപം, തപസ്, ഇങ്ങനെ 3 അർത്ഥങ്ങളുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആത്മഹത്യയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്, അല്ലേ? അപ്പം യഥാർത്ഥത്തിൽ പ്രായോപവേശം എന്ന് പറഞ്ഞാൽ ആത്മഹത്യയാണ്. കാരണം ഇതിനു മുമ്പ് ദുര്യോധനൻ ഒരിക്കലും ഈ ഒരു പ്രായോപവേശം ചെയ്യാൻ തയ്യാറായി. എന്തിനുണ്ട്? ഒരു ഘോഷയാത്രയ്ക്ക് പോയ സമയത്ത് ഗന്ധർവന്മാരിൽ നിന്നും ഉണ്ടായിട്ടുള്ള തൻ്റെ മാനക്കേട് സഹിക്ക വയ്യാതെ ആ ദുര്യോധനൻ പ്രായോപവേശം ചെയ്യാൻ തയ്യാറായി. അതുപോലെ തന്നെ രാമായണത്തിൽ ധാരാളം വാനരന്മാര് സീതാന്വേഷണത്തിനായിട്ട് പോയി. സീതാന്വേഷണത്തിനായിട്ട് ഇവര് ലങ്കയിൽ ചെന്നിട്ട് അത് നടക്കാതെ വന്നതുകൊണ്ട്, അത് നടക്കാതെ വരികയും തിരിച്ചു സുഗ്രീവനെ അഭിമുഖീകരിക്കാനുള്ള ഒരു പേടി അവരിൽ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് നടത്തി വന്നോളണം, അതാണ് രാജാവിന്റെ പിന്നെ അല്ലേ, പിന്നെ കഴുത്തിന് മുകളിൽ തല കാണുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ളൊരു പേടി, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ വന്നതോടുകൂടി തന്റെ ശരീരം പോലും ത്യജിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുക. അതാണ് ആ ഒരു അവസ്ഥ എത്തുമ്പോഴാണ് നമ്മളല്ലേ ആത്മഹത്യ എന്നുള്ളൊരു അവസ്ഥ എത്തുന്നത്. അത് തന്നെയാണ് ശരിക്കിത്. മരിക്കുന്നത് വരെ കാത്തിരിക്കുക, അല്ലെങ്കിൽ മരിക്കുന്നത് വരെയുള്ള ഇരിപ്പെന്നാണ് പ്രായോപവേശം എന്നുള്ളൊരു വാക്കിനർത്ഥം. അപ്പൊ അവിടെയൊക്കെ എന്താണ് ശരിക്ക്? വിനാശം എന്നും പാപം എന്നുമാണ് അവിടെയൊക്കെ അർത്ഥം വരുന്നത്. ദുര്യോധനൻ അവിടെ എന്താണ്? നശിപ്പിക്കാൻ തയ്യാറാകുകയായിരുന്നു ശരീരത്തെ. മറ്റവരാണെങ്കിൽ ആ പാപത്തിന്റെ പേടി കൊണ്ട്, സുഗ്രീവനെ കാണുവാനുള്ള പേടി കൊണ്ട് വാനരന്മാരൊക്കെ പ്രായോപവേശം ചെയ്യാൻ ആയി എന്ന് പറയുകയാണ് അവിടെ. അതിനുശേഷമാണ് പിന്നീട് ഹനുമാൻ സ്വാമി ലങ്ക ചാടി സമുദ്രം തരണം ചെയ്തുകൊണ്ട് നേരെ ലങ്കയിലേക്ക് എത്തിയത് ഒക്കെ പറയുന്നു അവിടെ. അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞാല് എന്താണ്, ഈ ഒരു ആത്മഹത്യ തന്നെയാണ്. പക്ഷേ പരീക്ഷത്തിന്റെ ഈ ഒരു പ്രായോപവേശം അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസമാണ് ശരിക്കും. എന്താണ്? ഇതൊരു തപസ്സാണ്. അതാണ് തപസ്സെന്നൊരു അർത്ഥം കൂടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. തപശ്ചര്യയിലൂടെ, തൻ്റെ ജ്ഞാനത്തിലൂടെ ഈ ശരീരത്തെ വേണ്ട രീതിയിൽ ചെയ്യേണ്ട കർമ്മങ്ങളെ ലക്ഷ്യസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് ഇനി അതും ആയുസ് മനസ്സിലാക്കി, 7 ദിവസത്തെ ആയുസ് മനസ്സിലാക്കി അതിന് വേണ്ടതായിട്ടുള്ള കർമ്മങ്ങളെ അന്വേഷിച്ച് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ അവിടെ വന്നുകൂടി അവരുടെ അഭിപ്രായങ്ങളെ കൂടി താൻ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് അവരോടായിട്ടാണ് ഇപ്പൊ പറയുന്നത്. അപ്പം എന്നിട്ട് ആ ശരീരത്തെ ഭഗവാനിൽ തന്നെ
കൃഷ്ണാഘ്രി സേവാം അധിമന്യമാന, ഭഗവാന്റെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ഇതാ വടക്കോട്ട് തിരിഞ്ഞ് ഇരുന്നുകൊണ്ട് ആ പ്രായോപവേശത്തിന് ഇരിക്കുവാൻ വേണ്ടി തയ്യാറായി. ഉദങ്മുഖോ ദക്ഷിണകൂല ആസ്തേ സമുദ്രപത്ന്യ സ്വസുതന്യസ്തഭാര. സമുദ്രപത്ന്യ എന്ന് പറഞ്ഞാല് കിഴക്കോട്ടാണ് ഈ ഗംഗ ഒഴുകുന്ന സ്ഥലമാണത്. നമ്മൾ ഇതിനു മുമ്പ് 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു ഈ പ്രയാഗ എന്നുള്ള ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പം നമ്മളവിടെ പറഞ്ഞു കിഴക്കോട്ട് ഒഴുകുന്ന പുഴകൾക്കൊരു പ്രാധാന്യം കൂടും, ശക്തി കൂടും എന്ന് പറയും. കിഴക്കോട്ട് ഒഴുകുന്ന പുഴ, അതുപോലെ തന്നെ നദം, നദി എന്നൊക്കെ അതിന് പേര് വ്യത്യാസമുണ്ട്, ഒക്കെ ആയിക്കോട്ടെ. അവിടെ ഒരു പുഷ്കരാരണ്യം എന്ന് പേരായിട്ടുള്ള ഒരു സ്ഥലം, സരസ്വതി വന്ന് ചേരുന്ന സ്ഥലമാണ്. ഗംഗയിൽ നിന്ന് സരസ്വതി വന്ന് ചേരുന്ന സ്ഥലമാണ് പുഷ്കരാരണ്യം. അവിടെയാണ് ബ്രഹ്മാവ് യാഗം ചെയ്ത് അവിടെ പുഷ്കരം എന്നുള്ള ഒരു പേര് സ്ഥലമായിട്ട് അവിടെ മാറി. അപ്പൊ ഈ ഗംഗ ചെന്ന് അവസാനിക്കുന്നത് സമുദ്രത്തിലാണ്. ഇപ്പം മറ്റു കായലുകളിലോ നദികളിലോ ഒക്കെ അവസാനിക്കുന്നതിലും സമുദ്രത്തിലേക്ക് അവസാനിക്കുക എന്ന് പറഞ്ഞാൽ അതും വളരെ ശ്രേഷ്ഠമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഗംഗയെ ഇത്ര പവിത്രീകരിച്ചതും ഇത്ര കണ്ട് പ്രാധാന്യം ഗംഗയ്ക്ക് ഉണ്ടായതും ഇതൊക്കെ തന്നെയാണ്. പിന്നെയോ സമുദ്രപത്നിയ എന്നുള്ളൊരു വിശേഷണം അവിടെ അതാണ്, സ്വസുതന്യസ്തഭാര. അപ്പം അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ തയ്യാറായി. അപ്പൊ ഈ കുശ തെരഞ്ഞെടുക്കാൻ, കുശ എന്ന് പറഞ്ഞാല് സംസ്കൃതത്തിൽ കുശ എന്ന് പറഞ്ഞാൽ ദർഭപുല്ലിനെയാണ് പറയുന്നത്. അപ്പൊ ദർഭപുല്ലിന്റെ ഒരു വിശേഷമുണ്ട് അവിടെ. ദർഭമൂലേ സ്ഥിതോ ബ്രഹ്മ മധ്യേ ദേവോ ജനാർദ്ദന ദർഭാഗ്രേ ശങ്കരം വിദ്യ ത്രയോ ദേവാ കുശേ സ്മൃതാഹ. ദർഭപുല്ലിന് ത്രിമൂർത്തികളുടെ ഒരു ശക്തി വിശേഷം അതിലുണ്ടെന്നാണ് പറയുന്നത്. ത്രിമൂർത്തികൾ അതിൽ അടങ്ങിയിരിക്കുന്നത്. എങ്ങനെയാണ് പറയുന്നത്? ദർഭമൂലേ സ്ഥിതോ ബ്രഹ്മ. ദർഭത്തിന്റെ മൂലഭാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിഭാഗത്തിലെ ബ്രഹ്മാവും, അതുപോലെ തന്നെ മധ്യേ ദേവോ ജനാർദ്ദന, ആ ദർഭപുല്ലിന്റെ മധ്യഭാഗത്ത് വിഷ്ണു. ഇനി ദർഭാഗ്രേ ശങ്കരം വിദ്യ, ദർഭാഗ്രത്തില് മഹാദേവന്റെ സാന്നിധ്യം. ത്രയോ ദേവാ കുശേ സ്മൃതാഹ. ഇങ്ങനെ 3 ത്രിമൂർത്തികളുടെയും സാന്നിധ്യം ദർഭപുല്ലിലുണ്ട് എന്ന് പറയാണ്. അതുകൊണ്ടാണ് ആ ദർഭപുല്ലിന് ഇത്ര ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി പവിത്രീകരിക്കുന്നത്. പിന്നെ അത് തന്നെയല്ല, മഹാഭാരതത്തിൽ പറയുന്നു അവിടെ അമൃതകുംഭം കൊണ്ടുവച്ച പുല്ല് ഈ ദർഭ ആയതുകൊണ്ടാണ് അതിന് ഇത്ര ഒരു പവിത്രത വന്നതെന്ന് പറയുന്നുണ്ട്. അമൃതകുംഭം കൊണ്ട് വെക്കുന്ന സമയത്ത് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അപ്പം ഈ പുല്ല് കിഴക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ശുഭകരമാണെന്നും വടക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ആത്മീയ പുരോഗതിക്ക് വളരെയധികം വിശേഷമാണ്. ഇപ്പം നമ്മൾ പുല്ല് വളരുകയാണെന്ന് വെച്ചോളൂ. ഈ ദർഭപ്പുല്ലിന് നിമിത്തശാസ്ത്രം പറയുമ്പോൾ, അതായത് പുല്ല് ഒന്നുകിൽ വടക്കോട്ട് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുക, അല്ലെ? പുല്ല് നേരെ അല്ലെങ്കിൽ ചിലപ്പം ചെരിഞ്ഞ് ചാഞ്ഞു നിൽക്കുമല്ലോ. അത് വടക്കോട്ട് അഗ്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ ആത്മീയ പുരോഗതിക്ക് ഉള്ള ഒരു അന്തരീക്ഷമാണെന്ന് പറയാം, മനസ്സിലാക്കാം. കിഴക്കോട്ടാണെങ്കിൽ അത് ശുഭകരമാണ് എന്ന് പറയും. അങ്ങനെ ഒരു വിശേഷം പറയാറുണ്ട്. എന്തായാലും നമുക്ക് 17-ാമത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞു അല്ലെ. ഇനിയിപ്പം അടുത്ത ശ്ലോകം കൂടി നോക്കാം. 18-ാമത്തെ. ഏവം ച തസ്മിൻ നരദേവദേവേ പ്രായോപവിഷ്ടേ ദിവി ദേവസംഘാഃ പ്രശസ്യ ഭൂമോ വ്യകിരൻ പ്രസൂനൈർമുദാ മുഹുർദുന്ദുഭയേശ്ച നേതു. പരീക്ഷത്തിന്റെ കാലഘട്ടം വരെ ദേവലോകത്തുനിന്ന് പോലും ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. ആലോചിച്ച് നോക്കൂ, അന്യലോകങ്ങൾ തമ്മിലുള്ള ഒരു ആശയവിനിമയം ആ പരീക്ഷത്തിന്റെ കാലഘട്ടം വരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കലികാലത്തിന് മുമ്പ് വരെ അവിടെ ആകാശത്തിൽ ദേവന്മാരും ആയിട്ടുള്ള ഒരു സമ്പർക്കം അവിടെ ഉണ്ടായിരുന്നു. അപ്പം പരീക്ഷത്തിനെ പോലെയുള്ള ഒരു മഹാഭാഗവതനെ, ഭക്തനെ കണ്ട് മനസ്സിലാക്കിയതോടുകൂടി, അല്ലെങ്കിൽ ആ ഭക്തന്റെ ഈ ഒരു അന്തരീക്ഷം മനസ്സിലാക്കിക്കൊണ്ട് ആ ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടികളെ ചെയ്തു. നോക്കൂ, ഏവം ച തസ്മിൻ നരദേവദേവേ, നരദേവന്മാരിൽ നിന്നും ദേവന്മാരായിട്ടുള്ള ആ ദേവന്മാരുടെ ദേവന്മാര് അല്ലെങ്കിൽ നരദേവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാക്കന്മാരുടെയും രാജാവായിട്ടുള്ള പരീക്ഷിത്ത്
പ്രായോപവേശം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ദിവിദേവസംഘാഹ, ദിവി എന്ന് പറഞ്ഞാൽ ആകാശത്തിലിതാ ദേവന്മാരവിടെ നിറഞ്ഞു. പ്രശസ്യ ഭൂമോ വ്യകിരൻ പ്രസൂനൈർമുദ മുഹുർദുന്ദുഭയശ്ച നേതു. പ്രസൂനൈഹി എന്താണ്? പുഷ്പവൃഷ്ടി അവിടെ നിന്ന് ചെയ്തു എന്ന് പറയാണ്. പ്രകർഷേണ ആ പുഷ്പവൃഷ്ടി ധാരാളം അവിടെ നിന്നും ചെയ്തു. അതുപോലെ തന്നെ ആനകദുന്ദുഭി പിന്നെ തുടങ്ങിയിട്ടുള്ള ദേവദുന്ദുഭികള്, അല്ലെ, ദേവവാദ്യങ്ങള് ഗംഭീരമായിട്ട് പെരുമ്പറ ആഗോളതലത്തിൽ നിന്നും ഉയർന്നു കേട്ടു എന്ന് പറയാണ്. അപ്പം അത്ര കണ്ട് ആ ഭക്തന്റെ വിശേഷത്തെയാണ് ഇവിടെ കാണിക്കുന്നതെന്ന് പറയാണ്. ഇവരൊക്കെ ആ ദേവന്മാര് പോലും ആ അന്തരീക്ഷത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് പൂക്കള് അവിടെ നിന്ന് പുഷ്പാഞ്ജലിയായിട്ട് അവിടെ നിന്ന് ഇട്ടു എന്ന് പറയാണ്. മഹർഷയോ വൈ 19ാമത്തെ ശ്ലോകം കൂടി നോക്കാം. മഹർഷയോ വൈ സൗപാഗതായേ പ്രശസ്യ സാധുത്യനുമോദമാനാഹ ഊജു പ്രജാനുഗ്രഹശീലസാരായതുത്തമ ശ്ലോക ഗുണാഭിരൂപം. അതുകൊണ്ട് ദേവന്മാര് പ്രകീർത്തിച്ചെന്ന് പറയുമ്പോഴേക്കും ഇനി പിന്നെ മഹർഷിമാരുടെ കാര്യം പറയാനുണ്ടോ? അവർക്കും സന്തോഷമായി. അതാണ് സിദ്ധന്മാർ ആ ഒരു അന്തരീക്ഷം ഭക്തനെ ഉണ്ടാക്കി കൊടുത്ത ഭഗവാൻ തന്നെയാണ് ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ ഋഷീശ്വരന്മാര് അവരും മഹർഷയോ വൈ സമുപാഗതായേ പ്രശസ്യ സാധിത്യ അനുമോദമാനാഹ, അവരും അനുമോദിച്ചു, കീർത്തിച്ചു. എന്താണ്? പരീക്ഷത്തിന്റെ ഈ ഒരു അത്യുത്തമമായിട്ടുള്ള തീരുമാനങ്ങള്. എന്തുകൊണ്ടാണ്? ഈ രാജ്യഭരണം അല്ലെങ്കിൽ ചക്രവർത്തിപദമായിട്ടുള്ള ഭൂമിയെയൊക്കെ ദിവ്യജയത്തിലൂടെ ജയിച്ച എത്ര സുഖലോലുപനായിക്കൊണ്ട് രാജകീയ ആഡംബരങ്ങളെ മുഴുവൻ തൃണവൽക്കരിച്ചുകൊണ്ട് അതിനുമൊക്കെ ഉപരി എന്താണ്? ഭഗവത് പ്രാപ്തിയാണെന്നുള്ള ലക്ഷ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് താൻ എല്ലാത്തിനെയും ത്യജിക്കാൻ തയ്യാറായതായിട്ടുള്ള ആ ത്യാഗ മനസ്സിന്റെ മുമ്പില് അത്യുത്തമം എന്ന് അവര് ഘോഷിച്ചുകൊണ്ട് ഋഷിമാര് ആ പരീക്ഷത്തിനെ അവിടുന്ന് പ്രശംസിച്ചു. അപ്പൊ ജനങ്ങൾക്ക് നന്മ ഉണ്ടാകുക എന്നുള്ള ഒരൊറ്റ ആഗ്രഹമാണ് ഈ ഋഷീശ്വരന്മാർക്കൊക്കെ. അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള ഈ നന്മയുടെ വശങ്ങൾ കാണിച്ചു തരുന്ന രാജാവിനെ കണ്ടപ്പോഴേക്കും അവർക്ക് വളരെയധികം സന്തോഷം തോന്നി. അവരുടെ ഉള്ളിലുള്ള സന്തോഷങ്ങളെ കൊണ്ട് അവര് പ്രകീർത്തിച്ചു എന്നാണ് പറയുന്നത്. പ്രശസ്യ സ്വാധിത്യ അനുമോദമാന ഊജു പ്രജ അനുഗ്രഹശീലസാര യതുത്തമ ശ്ലോക ഗുണാഭിരൂപം. അപ്പൊ അവിടെ പ്രജാനുഗ്രഹ ശീലസാരാഹ, ആ ജനങ്ങളെ അനുഗ്രഹിക്കുക എന്നുള്ളൊരു ശീലം, അല്ലെ? ജനങ്ങളുടെ നന്മയെ കണ്ട് അവരെ അനുഗ്രഹിക്കുക എന്നുള്ള ഒരൊറ്റ ഒരു ആഗ്രഹം മാത്രമേ ഇവർക്ക് ഈ ഋഷീശ്വരന്മാർക്കുള്ളൂ. ആ ഒരൊറ്റ തങ്ങൾക്ക് തോന്നുന്നതായിട്ടുള്ള ആ അനുഗ്രഹം സന്തോഷങ്ങൾ കൊണ്ട് അത് അർഹിക്കപ്പെടുന്നതായിട്ടുള്ള രാജാവ് അവരുടെ ആ ആശംസകളെ, അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി എന്നാണ് 19ാമത്തെ ശ്ലോകം വരെ നമ്മൾ അനുസ്മരിച്ചത്. അപ്പൊ ഇനി തൊട്ട് നമുക്ക് 1 മണിക്കൂറോളം പറയാം. 1 മണിക്കൂർ പറയുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഒത്തിരി പേര് കമന്റ് ചെയ്തു 1 മണിക്കൂർ ആക്കാൻ മേലെ തിരുവേനിയും ചോദിച്ചുകൊണ്ട്. എന്തായാലും എൻ്റെ ധാരണ അതല്ലായിരുന്നു. ഈ ധാരാളം സമയം ഇരിക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ വെച്ചാൽ അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ കേട്ട് കഴിഞ്ഞാൽ അത്രയും നമുക്ക് മനനം ചെയ്യാൻ എളുപ്പമുണ്ട്. എന്തായാലും 1 മണിക്കൂറായിട്ട് ഇനി മുമ്പോട്ട് നമുക്ക് പോകാം. പിന്നീട് നമ്മൾ ചോദ്യോത്തര പങ്ക്തി എന്നുള്ള ഒരു സഫരിയെയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. കാരണം നമ്മൾ FB-യിലായിരുന്ന സമയത്ത് നമുക്ക് കമൻറ്റുകൾ കണ്ട് നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു. ഇപ്പം നമുക്ക് ഈ ഇതിൽ ആകുമ്പോഴത്തേക്ക് അങ്ങനെ കമൻറ്റ് കണ്ട് പറയാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങളെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ കമൻറ്റുകൾ എനിക്ക് വായിക്കാനുള്ള സംവിധാനം ആയിട്ടില്ല. അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലൈവായിട്ട് യൂട്യൂബിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പറ്റുമത്. എന്തായാലും ആ കമൻറ്റുകളിൽ നിങ്ങൾ ചോദ്യങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ തീർച്ചയായിട്ടും എനിക്ക് ആ ചോദ്യങ്ങളിലൂടെ എനിക്കറിയാൻ വയ്യാത്തതാണെങ്കിൽ എനിക്കത് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കും. ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടാകാൻ സാധിക്കും. കാരണം അറിവ് എത്രയായാലും അല്ലേ മതിയാകുകയില്ല. എവിടെ നിന്നൊക്കെ ആയാലും നമുക്കിങ്ങനെ അറിവുകൾ കിട്ടണം. അപ്പം എന്തായി, ഇപ്പം എല്ലാവരുടെയും ഉള്ളിൽ ഈ തത്വമുണ്ട്, ഈശ്വര തത്വം എല്ലാവരുടെ ഉള്ളിലും ഈ അറിവ് ഒരുപോലെയാണ് കിടക്കുന്നത്. പക്ഷെ അതിനെ ഉണർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാകും. അതിനാണ് ഗുരുനാഥൻ്റെ ജോലി. അതാണ്
ഗുരുനാഥന്റെ ആവശ്യം അത് അവിടെയാണ് ശരിക്കും. അല്ലാതെ ഒരിക്കലും ഒരു ഗുരുനാഥനും ഒരിക്കലും ശരിക്കും മുഴുവൻ താൻ പഠിച്ചതായിട്ടുള്ള അറിവ് മുഴുവൻ ആ ശിഷ്യനിലേക്ക് എത്തിക്കാൻ സാധിക്കുകയില്ല, അല്ലേ? എത്ര ഗുരുശിഷ്യ പരമ്പരകളുണ്ടെങ്കിലും ഈ ശിഷ്യന് അറിവ് കിട്ടുന്നത് എപ്പോഴും തൻ്റെ സ്വന്തം അന്വേഷണത്തിലൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. നരേന്ദ്രൻ പോലും ശ്രീരാമകൃഷ്ണ പരമഹംസൻ കാണിച്ചു കൊടുത്തതേ ഉള്ളൂ, നീ പോയി കണ്ടുപിടിച്ചോളാനാണ് പറഞ്ഞത് ഈശ്വരനെ. അപ്പം നരേന്ദ്രൻ എന്ത് ചെയ്തു? നരേന്ദ്രൻ അവിടുന്ന് യാത്രയായി, ഈശ്വരാന്വേഷണമായിട്ട് യാത്രയായി, അങ്ങനെ തന്നെ അവിടുന്ന് കണ്ടുപിടിക്കായിരുന്നു. പക്ഷേ ഈ കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ ലക്ഷ്യസ്ഥാനം കാണിച്ചു കൊടുത്തു. അതെങ്ങനെയാണ് കാണിച്ചു കൊടുത്തത്? ആ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മാലിന്യങ്ങളെയൊക്കെ ഗുരുനാഥൻ ഇല്ലാണ്ടാക്കി എന്ന് പറയുക, അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ മാലിന്യങ്ങളെ തീർക്കുന്നതായിട്ടുള്ള അവസരമാണ് ഗുരുനാഥൻ. അതുകൊണ്ട് നമ്മളും അങ്ങനെയുള്ള ഒരു അവസരം വന്ന് ആ മാലിന്യങ്ങൾ തീരുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലും ഈ ഈശ്വര തത്വങ്ങൾ പലതും കാണും. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവർക്ക് തോന്നിയതായിട്ടുള്ള ആ തത്വങ്ങൾ അല്ലെങ്കിൽ തോന്നുന്നതായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് അതിനനുസരിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വീണ്ടും നിങ്ങൾക്കായിട്ട് ചോദ്യോത്തര പങ്ക്തി ഇപ്പോൾ ഒരു 1-2 ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയുമ്പോൾ കൂടുതൽ നമുക്ക് അറിവിലേക്ക് എത്താൻ സാധിക്കുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ സത്സംഗം ഭഗവാന്റെ പാദങ്ങളിലും അതുപോലെ തന്നെ ആ ഗുരുനാഥന്റെ പാദങ്ങളിലും ഇതെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങളുടെ പാദങ്ങളിലും വീട് നമസ്കരിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ആ ഭാവശുദ്ധി, പരീക്ഷത്തിനുണ്ടായ പോലുള്ള ഭാവശുദ്ധി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഭാഗവതത്തിന്റെ ദിവ്യനാമം 3 പ്രാവശ്യം ജപിച്ചുകൊണ്ട് സമർപ്പിക്കാം. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധേ കൃഷ്ണ.